ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയിലെത്തി. റെഡിയൊക്കെ ആയി, ഫ്രഷായി. എത്ര മണി കാലത്ത് വെക്കാം? 8 മണിക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. അത്ര പോരാ, ഇന്ന് ഫിഷ് ഒന്നുമില്ല ഗൈസ്, അതുകൊണ്ട് ഇച്ചിരി സാഡായി. ഇത് ഫ്രൈഡ് നൂഡിൽസ്, സോയ സോസ്, ഫ്രൈഡ് മിക്സ്ഡ് വെജിറ്റബിൾ ഉണ്ടല്ലോ. എന്തോ ചിക്കൻ മാറ്റി സ്ഥലം ലുക്കുണ്ടല്ലോ. വെജിറ്റേറിയൻ ആണ്. ജസ്റ്റ് കോൾഡ് മിൽക്കാ സൂപ്പറുണ്ടോ? നല്ല ആണോ? സമാധാനായ എങ്ങനെയുണ്ട്? നല്ലല്ലേ? ഇവിടെ കൊക്കോ ക്രഞ്ചാണ്. നാട്ടിലത്തെയാണ് ഇവിടുത്തെയാണ് ഇഷ്ടം ടേസ്റ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ കുറച്ചുകൂടി ഒരു ക്രീമിമാതിരി തോന്നി അല്ലേ? നല്ലൊരു നല്ല പോയിട്ട് സൂപ്പ് എടുത്തേക്കാണ്. സൂപ്പ് റൈസ് ചെയ്ത് ചിക്കൻ, അതായത് ചിക്കൻ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് അതാണ് ചിക്കൻ. കഞ്ഞി നല്ല സ്പൈസിയാണ്. ചിക്കൻ കറിയിൽ പൈനാപ്പിൾ, പക്ഷെ രസമുണ്ടല്ലോ. എനിക്കിഷ്ടമായി. കറിയൊക്കെ അല്ലാണ്ട് ഇവിടെ ഉണ്ട്. കറിയും ഇത് കഞ്ഞിയും മുളക് പൊടി, പക്ഷെ രസമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇച്ചിരി മുളക് കൂട്ടി ഇട്ടു, അതിൻ്റെ നല്ല എരിവുണ്ട്. ഇത് ക്രോയിസൻ്റാണ് ചോദിച്ചത്. ഇത് ഫ്രഞ്ച് ടോസ്റ്റ്. മറ്റേ പുതിയൊരു സാധനം, അതേ മറ്റേ കേക്ക്. കണ്ടോ ലെയർ ഫ്രഞ്ച് ടോസ്റ്റിൽ ബട്ടർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന ലിറ്റ കത്തി നാക്ക് മുറിക്കുന്ന ടോസാണ്. ഹണി പൊളിയല്ലേ? ജാമ് സൂപ്പറാ. പൊളിച്ചില്ലേ? ലാറ്റെ, ഐ ലവ് ലാറ്റെ. ലാറ്റെ നോക്കാൻ ഇഷ്ടപ്പെട്ട കോഫി. ഇത് ലാറ്റെ. എനിക്ക് ലാറ്റെ നോക്കാൻ ഇഷ്ടം. നോക്കില്ല, ഇത് നൈസല്ല. ക്രോസല് സൂപ്പർ സാധനമാണ്. അങ്ങനെ കട്ടെ ചെറിയ കഷ്ണം. ഓക്കെ, എന്നിട്ട് ബട്ടർ 2 ജാമ കിട്ടും. ലിറ്റ പാൻ കേക്കും വീണ്ടും ക്രോസൻറ്റും കൂടി കഴിക്കുകയാണ്. പാൻ കേക്ക് ഫ്രഷല്ലേ? എങ്ങനെയുണ്ട്? ചൂടാ? നല്ലതാ. ഹണി നല്ല രസല്ലേ? ഇന്ന് കുറച്ച് ഇന്ത്യക്കാരുണ്ടെന്നാണോ? പാൻ കേക്ക് വെച്ചാൽ മതിയാ. അരിഞ്ഞ് നോക്കുക. ഞങ്ങളുടെ കുറേ പണിയാ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ അബ്സോർവ് ചെയ്തെടുത്തു. കണ്ടോ?
നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ്. മെൽറ്റായി പോണല്ലേ വായിലേക്ക്. ഹലോ, എന്നാ വേണ്ടേ? സ്ഥലം എങ്ങനെയുണ്ട്? ഇതെന്താന്നറിയാ, ഇത് കടലിലേക്ക് പോണ ലാസ്റ്റ് വെള്ളം, കായൽ എന്ന് പറയാം. ഇവിടുത്തെ മീനാണ് ഏറ്റവും സൂപ്പർ ടേസ്റ്റ്. ലൈക്ക് ഫ്രഷ് വാട്ടറും സോൾട്ട് വാട്ടറും. ഓക്കെ, എൻ്റെ അടി നോക്കി, നൈസല്ലേ? ആ, അതിനിട്ട് പറ്റി ഇന്നലെ രാത്രി കണ്ടില്ലേ കടല് വലിച്ചു പോയത്? ആ, അപ്പോ വെള്ളം ഇറങ്ങിപ്പോയതായിരിക്കും. ആ, ഒക്കെ മനസ്സിലായില്ലേ? മനസ്സിലായി. ഇതാണ് ഐലൻഡ്, 7 ഐലൻഡ്. നമ്മൾ ഇന്നലെ രാത്രി അവിടെ വരെ വന്നു. അപ്പൊ ഡിറ്റപ്പ് പിടിച്ച് ഇങ്ങോട്ടേക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു. പേടി തൊണ്ടിട്ട. അയ്യോ, കോടയെടുക്കായിരുന്നല്ലേ. ഇതൊക്കെ ആ, അതല്ലേ അവിടേക്ക് വന്നേ. നടന്നാലോ വെയിലുള്ളൂ. ആ, അതന്നെയാണല്ലേ. നൈസ്. ആഹാ, ഇന്നലെ ഇതടി കടലിറങ്ങിപ്പോയേ. ഈ ബീച്ചെ കടലിറങ്ങിപ്പോയേ. കടലിറങ്ങിക്കണോക്ക് എടി. ഇവിടെയാണ് മറ്റേ ഏഴാമറിവ് അവന്റെ ഡാൻസും പാട്ടൊക്കെ. അത് ഇതിന്റെ ഉള്ളിലാന്ന് തോന്നുന്നു. ഡെറ്റയുടെ കരച്ചിൽ കാണാം. ഇതെന്താണ്? അവിടുന്ന് മാറുന്നില്ലേ? വെള്ളം ഓടി. അതൊക്കെ കോറൽ. ആഹാ, നൈസ്. ഇതൊക്കെ ഉണ്ടായാലോ വീട്ടിലേക്ക്? ഭംഗിയുള്ള എടുക്ക്. അതിൻ്റെ ഉള്ളിൽ ജീവിയാ. എപ്പോ വരാണതാ? നീ ഇംഗ്ലീഷുകാരെ കണ്ടിട്ടില്ലെങ്കിൽ ഇത് വരുമ്പോ ഇന്ന് സാധനം എടുക്കും. പുറത്തേക്ക് വരാണെങ്കിൽ വൈറലാക്കായിരുന്നു വീഡിയോ. വന്നില്ലല്ലേ? ഇവിടെ തണുപ്പുണ്ട്. ഇങ്ങനെ നോക്കുമ്പോ ആ ഗ്രീനറി ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, അവിടെ നല്ല വെയിലാണ്. ഇതൊക്കെ ഐലൻഡാണ്. ഇവിടെ ഫുള്ള് ക്ലബും ബാറും. ഇവിടെ ഫുള്ള് ഇതാണ്. ഇനി നമുക്ക് ഈ സ്കൂട്ടർ റിട്ടേൺ ചെയ്യണം. അപ്പൊ നമ്മൾ സ്കൂട്ടർ കൊടുക്കാണ്. സ്കൂട്ടർ കൊടുത്തിട്ട് നമുക്ക് വാക്കിന് പോവാം. നമ്മ വണ്ടി കൊടുക്കാൻ പോവാണ്. ബൈ ബൈ ബൈ. അപ്പോൾ നമ്മൾ റിസോർട്ടിൽ നിന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റേയും ഫുഡും എങ്ങനെ ഉണ്ടായിട്ട്? വെരി ഗുഡ്. ഫുഡും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സൂപ്പറായിരുന്നു. സ്റ്റേ അടിപൊളിയായിരുന്നു. ആകെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് നമ്മുടെ റൂമിലേക്ക് പകുതി വരെ കിട്ടുള്ളൂ. സ്പീഡ് കുറവല്ലോ. ടോയ്ലറ്റിൽ ഭയങ്കര സൂപ്പറായിരുന്നു, നല്ല സ്പീഡുണ്ട്. അത് മാത്രമല്ല, പിന്നെ ബാൽക്കണി വ്യൂ ഒക്കെ സൂപ്പറായിരുന്നു. പിന്നെ ഇവിടുത്തെ സ്റ്റാഫും സൂപ്പറായിരുന്നു, നോ പ്രോബ്ലം. അപ്പോൾ ഇവിടെ വരാണെങ്കിൽ ഇവിടെ നമുക്ക് സീയുടെ അടുത്ത് തന്നെയാണ്. നമുക്ക് പുറത്ത് മക്ഡൊണാൾഡ്സും കാര്യങ്ങളും 24 hours ഇവിടെ ലൈക്ക് ഓണായിട്ടുള്ള സ്ഥലമാണ്. ഫുഡ് 24 hours ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് എല്ലാം ഉണ്ട്. ഇത് നല്ല സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ക്രാബി തായ്ലൻഡ് വരാണെങ്കിൽ ഈ റിസോർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്തോ. ഇറ്റ്സ് ഗുഡ്.